ഹലോ മക്കളെ, അപ്പൊ നമ്മൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്ററില് റീപ്രൊഡക്ഷനെ പറ്റിയിട്ട് പഠിച്ചു. ഒരു റീപ്രൊഡക്ഷന്റെ സമയത്ത് ഒരു ലേഡിയിൽ ഉണ്ടാവുന്ന, ഒരു അമ്മയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് അല്ലെ, ഫിസിക്കൽ ചേഞ്ചസ് നമ്മൾ പഠിച്ചു. കുട്ടിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവാം, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടാവുന്ന, ആ ബേബിക്ക് ഉണ്ടാവുന്ന കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ഇൻവെസ്റ്റിഗേഷൻസ് അല്ലെ, UST പോലെയുള്ള സ്കാനിങ്ങുകൾ, നമ്മൾ ആംനിയോസെന്റസിസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രൊസീജിയേഴ്സ് നമ്മൾ കണ്ടു. ഇനി നമ്മൾ ദാ ഇവിടെ ബേബി വരാൻ പോവാണ്, ദാ ബേബി പുറത്തേക്ക് വരാൻ പോവാണ്. ആ സ്റ്റേജ് ആണ് പാർച്ചുറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പാർച്ചുറേഷൻ. സോ പാർച്ചുറേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ നാച്ചുറൽ പ്രോസസ് ദാറ്റ് മാർക്സ് ദ എൻഡ് ഓഫ് പ്രഗ്നൻസി അല്ലെ. പ്രഗ്നൻസി കഴിഞ്ഞു, ബേബി പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രഗ്നൻസി ഇല്ല അല്ലെ. pregnancy, end of the pregnancy and the beginning of a new life outside the womb അല്ലെ. വോംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് യൂട്രസിനെ തന്നെ പറയുന്ന വേറൊരു പേരാണ് വോംബ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ നാച്ചുറൽ പ്രോസസ് ദാറ്റ് മാർക്സ് ദി എൻഡ് ഓഫ് പ്രഗ്നൻസി ആൻഡ് ദ ബിഗിനിങ് ഓഫ് എ ന്യൂ ലൈഫ് ഔട്ട്സൈഡ് ദി വോംബ്. വോംബിന് പുറത്തുള്ള ഒരു പുതിയ ലൈഫിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ് പാർച്ചുറേഷൻ അല്ലെ, പ്രസവം എന്ന് പറയും അല്ലെ. സോ നിങ്ങൾ നോക്കിയേ, ബേബി ഇവിടെ ഉണ്ട്, വജൈന വഴി, ഇവിടെ വജൈന കാണിച്ചിട്ടുണ്ട്. ഈ വജൈന വഴി എന്ത് ചെയ്യും, ബേബി ഹെഡ് കണ്ടോ, ബേബി ഹെഡ് പുറത്തേക്ക് വന്ന കണ്ടോ, ഇങ്ങനെ ബേബി പുറത്തേക്ക് വരുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയാ, പാർച്ചുറേഷൻ അല്ലെങ്കിൽ പ്രസവം എന്ന് പറയല. Normal delivery is the process of expelling the fetus through the vagina following strong contractions of the uterine wall. നിങ്ങൾ കേട്ടിട്ടുണ്ടോ നോർമൽ പ്രസവം അല്ലെങ്കിൽ നോർമൽ ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വജൈന വഴി നമ്മുടെ യൂട്രസിന്റെ വാൾസ് കൺട്രാക്ട് ചെയ്യും. അല്ലാതെ എന്താ കൺട്രാക്റ്റീവ് ഫോഴ്സസ് കാരണം അതിനെ എക്സ്പെൽ ചെയ്യും, പ്രഷർ കൊടുത്തിട്ട് എക്സ്പെൽ ചെയ്യും. വജൈന വഴി തന്നെ പുറത്തേക്ക് കളയുന്നതിനെയാണ് അല്ലെങ്കിൽ പുറത്തേക്ക് വിടുന്നതിനെയാണ് നമ്മൾ നോർമൽ ഡെലിവറി എന്ന് പറയുന്നത്. So when the baby's head is positioned to face the vaginal opening, the uterus contracts and the cervix dilates to push the baby out. When the baby's head is positioned to face the vaginal opening face the vaginal opening ആണ്, ബേബിയുടെ ഹെഡ് ഇവിടെയാണ് ഉള്ളതെന്നുണ്ടെന്നുണ്ടെങ്കിൽ യൂട്രസ് കൺട്രാക്ട് ചെയ്യും, യൂട്രസ് ബാക്കിൽ നല്ല ഫോഴ്സ് കൊടുക്കും. ആൻഡ് the cervix dilates to push the baby out. പറയുന്നത് കേട്ട് നിങ്ങൾ ഡെലിവറി സീൻസ് ഒക്കെ പുഷ് എന്ന് പറയുന്നത് കേൾക്കുന്നില്ലേ, ഇത്രയും സ്ട്രോങ് കൺട്രാക്ഷൻസ് കൊടുത്തിട്ടാണ് ആ ബേബിയെ നോർമൽ ഡെലിവറിയിലേക്ക് കൊണ്ടുവരുന്നത്. ഇനി പറ്റില്ല എന്ന് വെച്ചോ, നോർമൽ ഡെലിവറി പോസിബിൾ അല്ല, അല്ലെങ്കിൽ പേഷ്യന്റ് വില്ലിംഗ് അല്ല, അല്ലെങ്കിൽ ആ മദർ വില്ലിംഗ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിസേറിയൻ സെഷൻ അല്ലെങ്കിൽ C-സെഷൻ എന്ന് പറയും, CS എന്ന് പറയും. CS സർജിക്കൽ റിമൂവൽ അല്ലെ, സർജറി ചെയ്തിട്ട് നമുക്ക് കീറിയിട്ട് എടുക്കാൻ പറ്റും. Surgical removal of the baby when normal delivery is not possible, or if there is a risk to the health of the mother or the baby. അമ്മയുടെയോ കുട്ടിയുടെയോ ഹെൽത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സിസേറിയൻ ചെയ്ത് കുട്ടിയെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മദർഹുഡിനെ പറ്റിയിട്ടാണ്. മദർഹുഡ്. Uterus is a unique organ where the growth and development of the fetus takes place. അല്ലെ, യൂട്രസ് എന്ന് പറയുന്നത് അല്ലെ അമ്മയ്ക്ക് ഉണ്ടാവുന്ന ഒരു യുണീക്ക് ആയിട്ടുള്ള ഓർഗൻ ആണ്. അവിടെയാണ് കുഞ്ഞിവാവ അല്ലെ ബേബി ഉണ്ടാവുന്നത് അല്ലെ, ബേബി ഡെവലപ്പ് ചെയ്യുന്നതൊക്കെ യൂട്രസിലാണ്. Uterus is strong enough to hold an additional weight of 10 to 12 kilogram അല്ലെ. ബേബിക്ക് 10 to 12 kilogram ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ബേബിക്ക് സർവൈവ് ചെയ്യേണ്ട ആംനിയോട്ടിക് ഫ്ലൂയിഡ് അല്ലെ, ഫ്ലൂയിഡ് ഫീൽഡ് എല്ലാം കൂടെ ചേർത്ത് ഒരു 10-12 കിലോ ആണ് ആ ഒരു ഏരിയയിൽ കിടക്കുന്നത് അല്ലെ, ഒരു അമ്മയായിരിക്കുന്ന സമയത്ത്. സോ ദ യൂട്രസ് ഇസ് സ്ട്രോങ് ഇനഫ്. യൂട്രസ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിസ്സാരക്കാരനൊന്നും അല്ല അല്ലെ, ഒരു 10-12 കിലോ ക്യാരിയിങ് കപ്പാസിറ്റിക്ക് ഉള്ള ഒരു ഓർഗനാണ്. Uterus is strong enough to hold an additional weight of 10 to 12 kilogram with about 2 liters of amniotic fluid in which the fetus grows along with the placenta. അതിനകത്ത് ഫീറ്റസ് പ്ലാസെന്റ ഉണ്ട്, എല്ലാം ആംനിയോട്ടിക് ഫ്ലൂയിഡ് എല്ലാം കൂടെ ചേർത്ത് ഒരു 12 കിലോ വെയിറ്റ് ഉണ്ട് യൂട്രസിന്. During this period, the uterus expands 500 to 1000 times. അല്ലെ, കുട്ടി വളരുന്നതിനനുസരിച്ച് യൂട്രസ് ഇങ്ങനെ വലുതായി നോർമലിനേക്കാൾ ഒരു 500 മടങ്ങ് അല്ലെങ്കിൽ ഒരു 1000 മടങ്ങ് വലുപ്പം വെക്കും. It is the uterus that plays a main role in childbirth
ത്രൂ സ്ട്രോങ് കൺട്രാക്ഷൻസ്. നമ്മൾ പറഞ്ഞു അല്ലെ, യൂട്രസ് ആണ് ഈ ചൈൽഡിനെ പുറത്തേക്ക് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രോങ് കൺട്രാക്ഷൻസ് കൊടുക്കുന്നത് യൂട്രസ് ആണ്. വാട്ട് എൽസ് ഇസ് ഗ്രേറ്റർ ഇൻ ദിസ് വേൾഡ് ആൻഡ് മദർഹുഡ് ദാറ്റ് ഇൻവോൾവ്സ് ചൈൽഡ് ബർത്ത് ആൻഡ് ലാക്ടേഷൻ. കണ്ടോ, ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബേബിയും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അമ്മയും കണ്ടോ അല്ലെ. ഈ ഒരു ബേബിയെ കിട്ടാൻ വേണ്ടിയിട്ടാണ് യൂട്രസ് കൺട്രാക്ട് ചെയ്യുന്നത്. വാട്ട് എൽസ് ഇസ് ആസ് വാല്യുബിൾ ആസ് ബ്രസ്റ്റ് മിൽക്ക്. ബ്രസ്റ്റ് മിൽക്കിന്റെ ഇമ്പോർട്ടൻസ് എന്തിനാണ്? ബ്രസ്റ്റ് മിൽക്ക് നമ്മൾ എന്തിനാണ് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. സോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ ടേം? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. കൊളസ്ട്രം. കൊളസ്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈറ്റ് യെല്ലോ കളേർഡ് ആയിട്ടുള്ള ഒരു മിൽക്കാണ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഗിവിങ് ബർത്ത് അല്ലെ. പ്രസവിച്ച ഉടനെ അമ്മയുടെ മാമറി ഗ്ലാൻഡ്, അമ്മയുടെ ബ്രസ്റ്റിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു യെല്ലോ കളേർഡ് മിൽക്കാണോ എന്ന് വെച്ചാൽ മിൽക്കിന്റെ മുമ്പേ വരുന്ന ഒരു ഫ്ലൂയിഡാണ് കൊളസ്ട്രം എന്ന് പറയുന്നത്. ആൻഡ് മസ്റ്റ് ബി കമ്പൽസറിലി ഫെഡ് ടു ദ ബേബി. എന്ത് ചെയ്യണം? അത് കമ്പൽസറി ആയിട്ട് എന്ത് ചെയ്യണം? ആ ബേബിക്ക് കൊടുക്കണം കൊളസ്ട്രം. ദിസ് വിൽ ഗിവ് ദ ബേബി ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി. ആ ഒരു ബേബിക്ക് ആ ഒരു ജീവിതകാലം മുഴുവൻ കിട്ടേണ്ട ഇമ്മ്യൂണിറ്റി മൊത്തം കിട്ടാൻ ആ ഒരു കൊളസ്ട്രം എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് ഹെൽപ്പ് ചെയ്യും. ഓൺലി ബ്രസ്റ്റ് ഫീഡ് ഷുഡ് ബി ഗിവൺ അപ് ടു 6 months. ആദ്യത്തെ ഒരു 6 മാസം സ്ട്രിക്ട്ലി ബ്രസ്റ്റ് ഫീഡിങ് തന്നെ ആയിരിക്കണം. വേറെ സാധനങ്ങളൊന്നും ബേബിക്ക് ആവശ്യമില്ല. ആദ്യത്തെ 6 മാസം ബേബിക്ക് വേണ്ടതെല്ലാം ബ്രസ്റ്റ് മിൽക്കിൽ നിന്നും കിട്ടും. There is no need to give porridge or other liquid food items to the baby. ബേബിക്ക് വേറൊരു ലിക്വിഡ് ആയിട്ട് ബേബിക്ക് ഒന്നും കിട്ടുന്നില്ലല്ലോ, പാലിൽ എന്തുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് വേറെ സാധനങ്ങളോ കുറുക്കുകളോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട കാര്യം ഇല്ല. ആദ്യത്തെ 6 മാസം എന്ന് പറയുന്നത് സ്ട്രിക്റ്റ് ആയിട്ടും ബ്രസ്റ്റ് മിൽക്ക് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. A baby should be breastfed for at least 2 years. 2 വയസ്സ് വരെ എങ്കിലും അല്ലെ, കുറഞ്ഞത്. കൂടിയത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് നിങ്ങൾ ചെയ്തോളൂ. കുറഞ്ഞത് 2 വയസ്സ് വരെ എങ്കിലും കുഞ്ഞിന് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കണം. ബ്രസ്റ്റ് മിൽക്ക് പ്രൊവൈഡ്സ് ദ ന്യൂട്രിയൻസ് നീഡഡ് ഫോർ ഗ്രോത്ത് ആൻഡ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ബ്രസ്റ്റ് മിൽക്ക് ആണ് ആ ബേബിക്ക് വേണ്ട ന്യൂട്രിയൻസ് എല്ലാം കൊടുക്കുന്നത് ബ്രസ്റ്റ് മിൽക്ക് ആണ്. Breast milk contains antibodies that protect the baby against infection, diarrhea, respiratory diseases, allergies. അല്ലെ, എന്തെങ്കിലും ഇൻഫെക്ഷൻസോ അലർജീസോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള ആൻറ്റിബോഡീസ് ഈ ബ്രസ്റ്റ് മിൽക്കിലുണ്ട്. ബ്രസ്റ്റ് മിൽക്ക് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ബോഡി ടെമ്പറേച്ചർ ആൻഡ് പ്രിവെന്റ് ഡീഹൈഡ്രേഷൻ. അല്ലെ, ബേബിയുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും ഡീഹൈഡ്രേഷൻ പ്രിവെന്റ് ചെയ്യാനെല്ലാം ബ്രസ്റ്റ് മിൽക്ക് സഹായിക്കുന്നുണ്ട്. ലൈക്ക് ബ്രസ്റ്റ് മിൽക്ക്, വാക്സിൻസ് ആർ ഓൾസോ എ ബേബീസ് ബർത്ത് റൈറ്റ്. ബ്രസ്റ്റ് മിൽക്ക് പോലെ തന്നെ ആ ഒരു ബേബിയുടെ ഇമ്മ്യൂണിറ്റിയെ വളരെ എൻഹാൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ബേബിക്ക് ആവശ്യമായിട്ടുള്ള വാക്സിൻസ് ഓൺ ടൈം കൊടുക്കുക എന്നുള്ളത്. അതും വളരെ പ്രധാനമാണ്. അത് ആ ബേബിയുടെ റൈറ്റ് ആണ് അല്ലെ. വാക്സിനേഷൻ ഓർ ഇമ്മ്യൂണൈസേഷൻ അല്ലെ, ഇമ്മ്യൂണിറ്റി കൊടുക്കുന്ന ഒരു പ്രൊസീജിയറാണ് ശരിക്കും പറഞ്ഞാൽ വാക്സിനേഷൻ എന്ന് പറയുന്നത്. So vaccination or immunization is the best way to acquire artificial immunity. It's the responsibility of the parents to protect their children's right by administering vaccines at the right time. What are the benefits of a mother who breastfeeds? അല്ലെ, പാല് കൊടുക്കുന്നത് കൊണ്ട്, കുട്ടിക്ക് പാല് കൊടുക്കുന്നത് കൊണ്ട് കുട്ടിക്ക് ഗുണമുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ആന്റിബോഡീസ്, ഇമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ ബലം, വെയിറ്റ് ഗെയിൻ എല്ലാം കുട്ടിയെ ബ്രസ്റ്റ് മിൽക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ പാല് കൊടുക്കുന്നത് കൊണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്നുള്ളതാണ്. ഓഫ്കോഴ്സ് ഉറപ്പായിട്ടും ഉണ്ട്. ഡയറക്റ്റ് എഫക്റ്റും ഇൻഡയറക്റ്റ് ആയിട്ട്, അതായത് നേരിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള എഫക്റ്റ് അമ്മയ്ക്കുണ്ട്. അമ്മയ്ക്ക് പാല് കൊടുക്കുമ്പം അമ്മയ്ക്ക് പോസ്റ്റ് പാർട്ടം ബ്ലീഡിങ് കുറയാനുള്ള ചാൻസ് ഉണ്ട്.
പോസ്റ്റ്പാർട്ടം ബ്ലീഡിങ് ഡിക്രീസസ്. എന്താ മക്കളെ പോസ്റ്റ്പാർട്ടം ബ്ലീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവിച്ച് കഴിഞ്ഞാൽ ബ്ലീഡിങ് ഉണ്ടാവും അല്ലെ, ബ്ലഡ് കുറച്ചൊക്കെ പോകും. അപ്പോൾ ആ പോകുന്നത് ഈ ബ്രസ്റ്റ് മിൽക്ക് ഫീഡ് ചെയ്യുന്നതിനനുസരിച്ച് പോസ്റ്റ്പാർട്ടം ബ്ലീഡിങ് കുറയും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡിക്രീസസ് ചാൻസസ് ഓഫ് അനീമിയ. അല്ലെ, ബ്ലഡ് പോകുന്നത് കുറയുന്നത് കൊണ്ട് അനീമിയക്കുള്ള ചാൻസും കുറയും. അതുപോലെ വേറെയും കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് അമ്മയ്ക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അമ്മയ്ക്ക് കുറച്ചും കൂടെ അമ്മയുടെ യൂട്രസ് അല്ല നോർമൽ, ഹെൽപ്സ് ടു റിഗെയിൻ യൂട്രസ് ടു നോർമൽ പൊസിഷൻ. അല്ലെ, ഈ ഒരു സ്ട്രോങ് കൺട്രാക്ഷൻ അല്ലെ, യൂട്രസ് ഈ 500 to 600 അല്ലെങ്കിൽ 500 to 1000 ടൈംസ് വലുതായി 10-12 കിലോ ഭാരം ഉൾക്കൊള്ളിച്ചൊരു യൂട്രസ് അല്ലെ, നോർമൽ ആയിട്ടുള്ള ഒരു കാര്യം വളരെ വലുതായി കഴിഞ്ഞു. ഇനി അതിനെ തിരിച്ച് കോൺട്രാക്ട് ചെയ്ത് കൊണ്ടുവരുന്നതിൽ ബ്രസ്റ്റ് ഫീഡിങ്ങിന് വളരെ ഇമ്പാക്ട് ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് റിസ്കിൽ റെഡ്യൂസസ് ക്യാൻസർ റിസ്ക് ഓഫ് മദർ. ക്യാൻസർ റിസ്ക് നന്നായിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് കുറവാണെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. ആൻഡ് ഓൾസോ ഇങ്ങനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് അല്ലെ, അമ്മയ്ക്ക് പുതിയതാണ് കുട്ടിക്ക് പുതിയതാണ് അമ്മ അല്ലെ. അപ്പൊ അമ്മയും കുട്ടിയും തമ്മിലുള്ള ഒരു ബന്ധം കുറച്ചും കൂടെ സ്ട്രോങ് ആവുക, കുറച്ചും കൂടെ ലവിങ് ആവുക, അത് കാരണം കുറച്ച് സ്ട്രെസ് റിലീഫ് ഉണ്ടാവും അല്ലെ. പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അതായത് വിഷാദ രോഗം, പ്രസവാനന്തര വിഷാദം എന്ന് പറയും. ആ ഒരു വിഷാദ രോഗത്തിൽ ഈ കുട്ടിയായിട്ട് കൂടുതൽ ബോണ്ടിങ് കുറച്ചും കൂടെ സ്ട്രോങ് ആവുന്നു. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതോട് കൂടി ബോണ്ടിങ് സ്ട്രോങ് ആവുന്നു, അമ്മയും കുട്ടിയും തമ്മിലുള്ള ആത്മബന്ധം കൂടുന്നു. അപ്പം അമ്മയ്ക്ക് ഭയങ്കര സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഇമോഷണൽ സപ്പോർട്ട് കിട്ടാനും ഈ ഒരു ബ്രസ്റ്റ് ഫീഡിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ ബെനിഫിറ്റ്സ്, കുട്ടിക്ക് നമ്മൾ ഒത്തിരി ബെനിഫിറ്റ്സ് പറഞ്ഞു. അമ്മയ്ക്ക് അമ്മയുടെ യൂട്രസിനെ നോർമൽ പൊസിഷനിലേക്ക് കൊണ്ടുവരാനും, അതുപോലെ തന്നെ പോസ്റ്റ്പാർട്ടം ബ്ലീഡിങ് കുറയ്ക്കാനും, അതുപോലെ തന്നെ പോസ്റ്റ്പാർട്ടം അനീമിക് കണ്ടീഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് കുറയ്ക്കാനും, അതുപോലെ തന്നെ ക്യാൻസർ റിസ്ക് കുറയാനും, അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബോണ്ട് സ്ട്രോങ് ആവാനും, അമ്മയ്ക്ക് കുറച്ചും കൂടെ ഇമോഷണൽ സപ്പോർട്ട് കിട്ടാനും ഒക്കെ ഈ ഒരു ബ്രസ്റ്റ് ഫീഡിങ് അമ്മയെ സഹായിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ പോയിന്റ്? ഓക്കെ, you can approach the nearest government health centers for vaccination. നമുക്ക് വാക്സിനേഷൻ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തുള്ള ഗവൺമെന്റ് സെക്ടറിലേക്ക് പോയാൽ മതി. All vaccines are given for free for babies and pregnant women. അല്ലെ, കുഞ്ഞുങ്ങൾക്കും പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകൾക്കും എല്ലാ വാക്സിൻസും കൊടുക്കുന്നത് ഗവൺമെന്റ് ഹെൽത്ത് സെന്റേഴ്സിൽ തികച്ചും കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. What are the main vaccines given to newborns? What is the time schedule for vaccination? അപ്പം കുട്ടികൾക്ക് വാക്സിൻ കൊടുക്കണമെങ്കിൽ ഇമ്മ്യൂണിറ്റി കിട്ടുള്ളൂ എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. ഏത് വാക്സിനാണ്, ഏത് ടൈമിനാണ് ഈ വാക്സിൻസ് കൊടുക്കുന്നതെന്നാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാം. നമുക്ക് ഇതാണ് നമ്മുടെ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ജനിച്ച സമയത്ത് അറ്റ് ബർത്തിൽ നമ്മൾ BCG കൊടുക്കും, OPV ഓറൽ പോളിയോ വാക്സിന്റെ OPV വൈറസ് 0 ഡോസ് കൊടുക്കും, ഹെപ്പറ്റൈറ്റിസ് ബിയുടേതും കൊടുക്കും. 6 ആഴ്ച പ്രായം 6 വീക്സ് ഉള്ള സമയത്ത് OPVയുടെ ഫസ്റ്റ് ഡോസ് പെന്റാവാലൻ 1 കൊടുക്കും, IPV 1 കൊടുക്കും. 10 വീക്സ് ആദ്യത്തെ 10 ആഴ്ചയാകുന്ന സമയത്ത് OPVയുടെ സെക്കൻഡ് ഡോസ് കൊടുക്കും, ഹെപ്പറ്റൈറ്റിസ് ബിയുടെ സെക്കൻഡ് ഡോസ് കൊടുക്കും, അങ്ങനെ കൊടുക്കും. ഇനി 14 ആഴ്ചയാകുന്ന സമയത്ത് OPV ഓറൽ പോളിയോ തേർഡ് കൊടുക്കും. ആൻഡ് 9 മന്ത്സ് ആകുന്ന സമയത്ത് മീസൽസിനുള്ളത് കൊടുക്കും. 16 മുതൽ 24 മാസം അല്ലെ, 2 വയസ്സ് ആ ടൈം അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് DPT ബൂസ്റ്റർ കൊടുക്കും ആൻഡ് DPT ബൂസ്റ്റർ കൊടുക്കും ആൻഡ് MMR കൊടുക്കും. 5-6 ഇയേഴ്സ് ആകുന്ന സമയത്ത് 5-6 ഇയേഴ്സിന്റെ ഇടയിൽ DPT ബൂസ്റ്റർ കൊടുക്കും. 10 വയസ്സിൽ TT അടിക്കും, 16 വയസ്സിൽ TT ബൂസ്റ്റർ അല്ലെ, TT ബൂസ്റ്റർ. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ. സോ OPV ഓറൽ പോളിയോ, BCG ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് ബി അല്ലെ, ഓരോരോ ടൈം പീരീഡ് ഏത് വയസ്സിൽ ഏത് വാക്സിൻ ആണ് കൊടുക്കുന്നതെന്നാണ്
ഈ ഒരു നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ നമ്മളവിടെ പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് നമ്മുടെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് മക്കളെ പഠിച്ചത്? പാർച്ചുറേഷനെ പറ്റിയിട്ട് പഠിച്ചു. എന്താണ് പാർച്ചുറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ്സ് എ നാച്ചുറൽ പ്രോസസ് ദാറ്റ് മാർക്സ് ദ എൻഡ് ഓഫ് പ്രഗ്നൻസി, അല്ലെ? പ്രഗ്നൻസി കഴിഞ്ഞു ആൻഡ് ദ ബിഗിനിങ് ഓഫ് എ ന്യൂ ലൈഫ് ഔട്ട്സൈഡ് ദി വോം, അല്ലെ? യൂട്രസിന്റെ പുറത്ത് പുതിയൊരു ലൈഫ്, കുട്ടി ജനിച്ചു, അതാണ് പാർച്ചുറേഷൻ എന്ന് പറയുന്നത്, അല്ലെ? യൂട്രസിന്റെ പുറത്തേക്ക് വന്നു, നോർമൽ ഡെലിവറിയും ഉണ്ട്, പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സിസേറിയനും ഉണ്ട്. മദർഹുഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പീരീഡ് ആണ്. യൂട്രസ് 10-12 കിലോ ഭാരം താങ്ങാനാവുന്ന 500 മുതൽ 1000 മടങ്ങ് വരെ വലുതാകാൻ കഴിയുന്ന ഒരു ഓർഗനാണ്, പ്രധാനപ്പെട്ട ഓർഗനാണ്. എങ്ങനെയാണ് ചൈൽഡ് ബർത്ത് ഉണ്ടാവുന്നത്? സ്ട്രോങ് യൂട്രൈൻ കൺട്രാക്ഷൻ ആണ്. ഓക്കെ, സോ ലാക്ടേഷനും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രസ്റ്റ് മിൽക്കിൽ കൊളസ്ട്രം, അല്ലെ? ആദ്യത്തെ മിൽക്കാണ് കൊളസ്ട്രം എന്ന് പറയുന്നത്. അത് കമ്പൽസറി എല്ലാ ബേബിക്കും ഫെഡ് ചെയ്ത് കൊടുക്കണം. അതാണ് ബേബിക്ക് ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ആദ്യത്തെ 6 മാസം സ്ട്രിക്റ്റ് ആയിട്ട് ബ്രസ്റ്റ് മിൽക്ക് തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, അറ്റ്ലീസ്റ്റ് 2 വയസ്സ് വരെ എങ്കിലും നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. ബ്രസ്റ്റ് മിൽക്കിൽ ആന്റിബോഡീസ് ഉണ്ട്, ഡയറിയ പോലെയുള്ള ഇൻഫെക്ഷൻസിൽ നിന്നൊക്കെ പ്രിവെന്റ് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും ഡീഹൈഡ്രേഷൻ പ്രിവെന്റ് ചെയ്യാനും ബ്രസ്റ്റ് മിൽക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അതുപോലെ തന്നെ വാക്സിൻസും, അതുപോലെ തന്നെ ബേബിക്കുള്ളതുപോലെ തന്നെ അമ്മയ്ക്കും, അല്ലെ? അമ്മയുടെ യൂട്രസ് നോർമൽ ആവാനും അമ്മയുടെ പോസ്റ്റ്മോർട്ടം ബ്ലീഡിങ് കുറയ്ക്കാനും ആ ഒരു ബോണ്ട് സ്ട്രോങ് ചെയ്യാനും ക്യാൻസർ റിസ്ക് കുറയ്ക്കാനും ഒക്കെ അമ്മയെയും ബ്രസ്റ്റ് ഫീഡിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വാക്സിനേഷൻ ഷെഡ്യൂൾ പ്രകാരമാണ് ഇന്ത്യയിൽ വാക്സിൻ കൊടുക്കുന്നത്. ബർത്ത് ടൈമിൽ 6 ആഴ്ചയാകുമ്പം 10 ആഴ്ച, 14 ആഴ്ച, 9 മാസം, 16 മുതൽ 24 വരെ മാസം, 5 വയസ്സിൽ അല്ലെങ്കിൽ 6 വയസ്സിൽ, 10 വയസ്സിൽ, 16 വയസ്സിൽ ഏതെല്ലാം വാക്സിൻ ചെയ്യണമെന്ന് നമ്മൾ കണ്ടു. ഇത്രയാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്